നമ്മൾ അച്ഛന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ആദ്യം തൊട്ടേ ലൊക്കേഷനിലൊക്കെ വന്നിരുന്നത് അച്ഛനാണ്. അപ്പൊ ഒരു ഉയർച്ചതാഴ്ചകളൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വാഴയുടെ ഒരു സക്സസ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കരിയറിന്റെ ഒരു ബ്രേക്ക് പോലെ വന്ന് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെ തന്നെയായിരുന്നു. എന്താ പറ്റിയ അച്ഛന് ഡയബറ്റിക് ഇഷ്യൂസ് കുറെ കാലമായിട്ട് ഉണ്ട്. അറൗണ്ട് ഒരു 35 years ആയിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് വന്ന് അത് കിഡ്നിക്ക് എഫക്ട് ചെയ്ത് അങ്ങനെ കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കാറ്. അങ്ങനെയാണ്. ആ 2 ഫോട്ടോ ഇട്ടേക്കുന്ന അച്ഛൻ, ഒരെണ്ണം മെലിഞ്ഞതും ഇൻസ്റ്റയില്, പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയാണ്. അത് ലാസ്റ്റ് 3 years ആയിട്ട് വയ്യാതിരുന്നതിന്റെ ഒരു ചേഞ്ചസ് അതിലാണ്. അതാണ് പുതിയ ഫോട്ടോയിലുള്ളത്. വീട്ടുകാർ പടം കണ്ടിട്ട് എന്ത് പറഞ്ഞു? കാരണം ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഹിറ്റ് ആവുന്ന ഒരു സിനിമയിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വരുന്നു, ഒരു കരിയർ ബ്രേക്ക് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു, എന്ത് പറയും വൈഫ് അമ്മയൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മിസ് ചെയ്യുന്ന അച്ഛൻ്റെ ഒരു എലിമെന്റ് എന്ന് പറയുന്നത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛനായിരുന്നു. എൻ്റെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന അച്ഛനാണ്. എല്ലാ കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്തുന്ന അച്ഛനാണ്, കുറ്റങ്ങൾ പറയുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അച്ഛൻ, ഞാൻ എന്ത് ചെയ്താൽ അച്ഛന് കുറ്റം പറയുള്ളൂ എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയാം, അതല്ല, നിന്റെ നല്ലത് പറയാൻ ഒരുപാട് പേരാണ്, നമ്മൾ നല്ല വശങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരാണ്, പക്ഷെ നിന്റെ നെഗറ്റീവ്സ് തിരുത്തി തരാൻ ആരും കാണില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അത് പറയുന്നത്. പിന്നെ ഞാനത് മനസ്സിലാക്കി, ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രിട്ടിക്കാണ്. അമ്മയും ഓഫ്കോഴ്സ് അമ്മയും വൈഫും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സിസ്റ്ററും എല്ലാവരും പോയി പടം കണ്ടിട്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഒബിയസ്ലി ഇങ്ങനെ ഒരു പടം ഇത്രയും ഹിറ്റായി, അതിൽ എൻ്റെ ക്യാരക്ടർ രജിസ്റ്ററായി, ടോട്ടലി ആ സിനിമയുടെ മൂഡ് വേറെയാണ്, എല്ലാവർക്കും പടം കണക്റ്റായി. അത് അവരെല്ലാം ഭയങ്കര സക്സസിൽ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ സക്സസിൽ ഹാപ്പിയാണ്, സക്സസിലും കൂടെ ഉണ്ട്, എല്ലാ സമയത്തും കൂടെ ഉള്ളവരാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മളെ ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ള. അച്ഛനെ ഇത് കാണുന്നുണ്ടാവും, തീർച്ചയായിട്ടും ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഈ സിനിമയില് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് പറഞ്ഞു വെച്ച് നമ്മൾ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന ഒരു വേഷം, ആ വേഷം തലേ ദിവസം മാറിപ്പോകുന്നു, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? ഒരുപാട് ഉണ്ടായിരുന്നു. ഭയങ്കര നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്ന? നേരത്തെ പറഞ്ഞതിനെക്കാട്ടും നിരാശ അവിടെയാണ്. നമ്മള് ഒരു കാര്യം ചെയ്തിട്ട് അത് വർക്കാവില്ല എന്നുള്ളത് പിന്നെയും കുഴപ്പമില്ല. നമ്മൾ അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഡേറ്റ് തന്ന്, എനിക്ക് 15 ദിവസം ഷൂട്ടിന്റെ ഡേറ്റ് തന്ന്, ഡേറ്റ് വരെ മാർക്ക് ചെയ്തിട്ട് മറ്റന്നാൾ തിരിക്കേണ്ട ദിവസം ഇന്ന് വിളിച്ചിട്ട് വേണ്ടാന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്ന് പോലും. അപ്പൊ അതൊരു ഭയങ്കര വിഷമാണ്. അത് എന്തായിരിക്കും എന്ന് പോലും അവർ പറയത്തില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ഒരു വേഗമായിട്ടുള്ള രീതിയിൽ പോകും. ബട്ട് അത്രയും വിളിക്കുന്നു, കഥ പറയുന്നു, കഥ പറഞ്ഞു, ഓക്കെ, ക്യാരക്ടറിനെ അറിയിട്ട് ചെയ്യുന്നു, എല്ലാം ഓക്കെ. അത് കഴിഞ്ഞ് ഇത്ര ദിവസം ഡേറ്റ് മാർക്ക് ചെയ്ത് എല്ലാം അയച്ചു തരുന്നു, എല്ലാം ഫിക്സ് ചെയ്ത് മാറുന്നത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്താണെന്ന് അറിയാത്തതിലുള്ള വിഷമാണ് സത്യം പറഞ്ഞത്. ഇപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ ഇന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ചില സ്ഥലത്ത് ഞാൻ ഓഡിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ക്യാരക്ടറിന് ചിലപ്പോൾ ആ ഏജ് കണക്ട് ആവില്ല, ചിലപ്പം കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവർ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴും ഓഡിഷൻസ് ഒക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചാൻസസ് ചോദിക്കുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സിന് ആപ്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സീൻസ് ഒക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറയും, അതൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് അതിൽ ചിലതൊന്നും വർക്കാവില്ല. കാരണം ചിലപ്പോൾ ആ സീൻ വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്റെ ഏജിന് പറ്റിയതല്ല, എന്നാലും നമുക്കത് ചെയ്യാനുള്ളതിന്റെ മാക്സിമം ഒരു വേരിയേഷൻസ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനല്ലേ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒളിമ്പ്യൻ? അല്ലല്ല, നമുക്കൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അല്ല, ഇനിഷ്യേറ്റീവ് എടുത്ത് അച്ഛനല്ലേ കൊണ്ടുവരുന്നത് സിനിമയിലേക്ക് ആദ്യം അയക്കുന്ന? അല്ലല്ല, അങ്ങനെയല്ല. സിനിമയിലേക്ക് വന്നത് ഞാൻ സ്കേറ്റ് ചെയ്യുമായിരുന്നു, അത് അച്ഛനാണ് എന്നെ കൊണ്ട് സ്കേറ്റിങ്ങിന് ചേർത്തത്. അപ്പൊ സ്കേറ്റിംഗ് പഠിച്ച് ഈ വണ്ടിയുടെ അടി കൂടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. അപ്പൊ അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയം, അന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ലൈഫ് ടേണിംഗ് പോയിന്റ് അവിടെയാണ്. ഏഷ്യാനെറ്റില് നികേഷ് കുമാർ അന്ന് ഏഷ്യാനെറ്റില് പുള്ളിയാണ് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ആ ഇന്റർവ്യൂ ചെന്നൈയിലിരുന്ന് ഭദ്രൻ സാറ് കണ്ടു. ഭദ്രൻ സാറ് എന്നെ അന്വേഷിച്ച് വന്നു ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. എൻ്റെ കൊച്ചച്ഛനെയാണ് കണക്ട് ആക്കിയത്. അപ്പോൾ കൊച്ചച്ഛനാണ് എന്നെ വിളിച്ചോണ്ട് പോയി, ഒരു സ്ഥലത്ത് പോകണമെന്ന് എന്നെ വിളിച്ചോണ്ട് പോയി സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിച്ചതും ഇല്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സ്കേറ്റിംഗ് കണ്ടു, അപ്പോൾ അത് ലാൽ സാറിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. തൽക്കാലം ആരടുത്തും പറയണ്ട എന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ വന്നു, ആരടുത്തും പറയണ്ട, ഓക്കെ ഡൺ, സെറ്റ്. അന്ന് എനിക്ക് നല്ല പ്രായം കുറവാണ്, എനിക്ക് 7 വയസ്സ് എന്തൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് 10ാമത്തെ വയസ്സിലാണ് ഷൂട്ട് തുടങ്ങിയത് ശരിക്കും. അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ട് ആ ക്യാരക്ടർ അങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മോൾഡ് ചെയ്താണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പം അച്ഛനാണ് കൊണ്ടുപോയത് സേലം, ഏർക്കാട്.
പോയി. അങ്ങനെയല്ല അതെ. ഞാൻ ആ ഏരിയയോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അല്ല അതങ്ങനെ അത് ഇങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സിനിമ എന്നുള്ള ആഗ്രഹിക്കാൻ പോലും സമയമല്ല ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വളർന്നു വരുമ്പോ തന്നെ നമ്മൾ സിനിമയിലായി. അതെ, അത് ഓർമ്മ വെച്ച കാലം തൊട്ട് സിനിമയിലാണ്. ഒരു അന്നത്തെ സ്കൂളിലൊക്കെ ഒരു താരപരിവേഷമായിരുന്നിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞു. ഒളിമ്പിന് ഇറങ്ങിയപ്പം ഭയങ്കര ഇതായിരുന്നു. ഒളിമ്പിന് ഇറങ്ങിയപ്പോ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സിനിമ ആരും നമ്മളെ ഹീറോ എന്നൊക്കെ പിള്ളേർ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ നേരത്ത് പറയുന്നത് കുറെ ഇൻസിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ഈ തിയേറ്ററിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റി എന്നെ കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു, എനിക്കതൊക്കെ മറക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടോ, ഇവ ഇത്രയും കുറിച്ചൊക്കെ ഇവന് നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇമോഷണലി ആൾക്കാർ ഭയങ്കര കണക്ട് ആവും സിനിമയിൽ. അത് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള, അത് എത്ര വർഷം മുമ്പ് എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണം, ഇവരെന്നെ കണ്ട ഇപ്പൊ അടിക്കും. ഞാൻ ആ പേടിച്ചിങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഒരു നോട്ടം, നീ ഞാൻ തന്നെ. അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർക്കുന്നുണ്ട്. ഈ ജഗദീഷ് ശ്രീകുമാർ സാറൊക്കെ ആയിട്ട് ജഗദീഷ് സാറുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? അതിലില്ലെങ്കിലും പ്രിയത്തിലുണ്ട്, മീശമാധവനിലുണ്ട്. നമ്മൾ കുറെ 2-3 പടത്തിലൊക്കെ വർക്ക് ആയിരുന്നു. മീശമാധവനിലൊക്കെയാണ് നല്ല കണക്റ്റഡ് ആയിരുന്നു പുള്ളിയായിട്ട്. പുള്ളി അന്നൊക്കെ മീശമാധവൻ അഭിനയിക്കുന്ന സമയത്ത് 2 വർഷമായി പുള്ളി നാട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ പുള്ളി നമ്മളെ കുറച്ച് ക്യാഷ് തന്നു വിടും, അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഫാമിലി വന്ന് കളക്ട് ചെയ്ത് വന്നൊക്കെ. അങ്ങനത്തെ ഓട്ടത്തിലായിരുന്നു പുള്ളി. അത്ര തിരക്ക്? അതെ അതെ അതെ, പുള്ളി അത്ര ഓട്ടത്തിലായിരുന്നു. 2 വർഷം വീട്ടിൽ പോയിട്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടക്കും. അടുത്ത ലൊക്കേഷനിൽ നിന്ന് 2 വണ്ടി വരും. ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡേറ്റ് കൊടുത്ത വണ്ടിയും, മറ്റേ വണ്ടി ഇനി ഡേറ്റ് കൊടുത്തൊരു വന്നില്ലെങ്കിൽ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ്. വേറെ എന്തൊരു തിരക്കുള്ള മനുഷ്യനല്ലേ. അയ്യോ, അങ്ങനെ ഓടിയിരുന്ന ആളാ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മീശമാധവനിലാണെന്ന് തോന്നുന്നത്. ആ ലൊക്കേഷനിൽ 2 വണ്ടി വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അല്ല, ഇനി മറ്റേ വണ്ടി വന്നില്ലെങ്കിൽ നമ്മൾ വണ്ടി കയറി അവിടെ ഷൂട്ട് ചെയ്യാൻ. വീട്ടിലേക്ക് തരാൻ വേണ്ടി ക്യാഷ് വന്നു സമയത്ത് വീട്ടിൽ നിന്ന് അവര് വന്ന് ഡ്രൈവർ വന്ന് കളക്ട് ചെയ്യും. അല്ല, അതാണ് പറഞ്ഞത്. അത് പുള്ളിയായിട്ട് അന്ന് ഇപ്പോഴും ഞാൻ പുള്ളി വയ്യാതെ എപ്പോഴും 2-3 പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോഴും അപ്പം പുള്ളി അങ്ങനെ ഇരിക്കുമ്പോഴും ചോദിക്കും, ഡ്രൈവറോ അല്ലെങ്കിൽ മാനേജർ ആരെങ്കിലും ഇവനെ മനസ്സിലായെന്ന് നോക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് തലയാട്ടും, അറിയാം. ഇനി ഞാൻ ഈ സൈക്കിളിലൊക്കെ അഭിനയിക്കാൻ പോയപ്പം പുള്ളിയാണ് എനിക്ക് മുരളി സാറിനെയൊക്കെ പരിചയപ്പെടുത്തി. ഇവനെ അറിഞ്ഞൂടെ, നമ്മൾ കൊച്ചിറക്കം പണ്ട് ചക്രശൂരിൽ പോയെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തൊക്കെ ബോംബെയില്. അതൊക്കെ എനിക്ക് എവിടെ ചെയ്യേണ്ടെന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് സൈക്കിളൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ്. പിന്നെ സൈക്കിളിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടറായിരുന്നു. അതെ, പടവും വിനീതന്റെ അതേ പടം, ഫസ്റ്റ് പടം ജോണി ആന്റണി ഫസ്റ്റ് പടം. ഈ ഒളിമ്പ്യന്റെ ഒരുപാട് കേട്ട ചോദ്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു ലാലേട്ടനായിട്ടുള്ള എന്തെങ്കിലും ഉള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ മെമ്മറി, ഞാൻ മോഹൻലാൽ എന്ന നടനെ ആദ്യമായിട്ട് കാണുന്നത് ഒളിമ്പില്ല. ചെറുപ്പം മുതലേ നമുക്ക് അറിയാം, സാറിനെ അറിയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് പുള്ളി ഒരു പില്ലറിൽ ഇതിൽ കൈയും വെച്ചിട്ട് സീൻ പേപ്പർ വായിക്കുന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതും എനിക്ക് കറക്റ്റ് ഡ്രസ്സ് ഓർമ്മയുണ്ട്. അതായത് നിലാപ്പൈതിലെ പാട്ടിന് തൊട്ട് മുമ്പുള്ള എന്തോ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. ആ ഡ്രസ്സിലാണ് വിളിക്കുന്നത്. അപ്പൊ എന്നെ ഇനി നോക്കുന്നുണ്ട്, കാരണം ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ ഞാന് മറ്റേ ആദ്യമായിട്ട് ലൈഫിൽ കോട്ടൊക്കെ ഇട്ട് മറ്റേ റോബോട്ടിനെ പോലെ നടക്കാണ്. എനിക്ക് അല്ല, സേലം ഏർക്കാട്. അപ്പൊ പുള്ളി എന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പോയത്, അത് എനിക്കിപ്പോഴും ആ ഒരു മെമ്മറി ആയിട്ടിരിപ്പുണ്ട്. അതിനുശേഷമാണ് ഭജൻ സാർ എന്നെ വിളിക്കുകയും ഇവനാണ് നമ്മൾ ടോണി ഐസക് എന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് വേറൊരു ജേണി ആയിരുന്നു. ലാൽ സാർ എപ്പോഴും സീനൊക്കെ മുമ്പ് അടുത്ത് നിർത്തിയിട്ട് നിന്റെ സ്കേറ്റിംഗ് ഇങ്ങനെ പഠിച്ചത്, എന്താണ് കാര്യം, അതിനെപ്പറ്റി ചോദിക്കുക, വീട്ടിലെ കാര്യം ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എപ്പോഴും ചില്ലാക്കിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു ഇപ്പൊ കോണ്ടാക്ട് ഒക്കെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പുതുക്കാറുണ്ട്? കാണാൻ സാറിനെ അങ്ങനെ ഞാൻ വിളിക്കാറില്ല, ബട്ട് കാണാറുണ്ട്. നമ്മൾ എവിടെ കാണാൻ കിട്ടുന്ന ഒരു അവസരം, ഇപ്പൊ അമ്മ മീറ്റിംഗിനാണെങ്കിലും കുടുംബസംഗമത്തിനാണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും പോവുക, കാണുക എന്നുള്ളതാണ്. അത് കാണാറുണ്ട്.